ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായിരുന്ന ശ്രീ രാജാ റാം മോഹൻ റോയ് ജനിച്ചത് 1772 മെയ് 22-നായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതിയ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആ ബഹുമുഖ പ്രതിഭ സതി, ബാലവിവാഹം തുടങ്ങിയ സമ്പ്രദായങ്ങളെ വളരെ ശക്തമായി എതിർത്തിരുന്നു. ഒരു ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹം ജാതി വ്യവസ്ഥകൾക്കെതിരെ പോരാടി എന്നത് സഹജീവികളോട് അദ്ദേഹത്തിനുണ്ടായ നിസ്സീമമായ കരുണയുടെ തെളിവാണ്. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള മഹത്തായ ദർശനം അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഉയർത്തിക്കാട്ടി. 1831 മുഗൾ ചക്രവർത്തി അക്ബർ രണ്ടാമനാണ് അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം രാജ എന്ന പദവി നൽകിയത്. 1872 മെയ് 22-ന് ബംഗാളിലെ ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിലാണ് രാജാ റാം മോഹൻ റോയ് ജനിക്കുന്നത്. സംസ്കൃതം, പേർഷ്യൻ, അറബിക്, ഇംഗ്ലീഷ് എന്നിവ കൂടാതെ ബംഗാളി, ഹിന്ദി എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിരുന്ന, ഭാഷകളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു എന്നതിൽ തർക്കമില്ല. അദ്ദേഹം വേദവും ബൈബിളും ഖുറാനും ഒരുപോലെ വായിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിച്ചു. രാജാ റാം മോഹൻ റോയ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഒരു പരിധിവരെ അനുകൂലിച്ചിരുന്നു. സാമൂഹിക പരിഷ്കരണവും ആധുനിക വിദ്യാഭ്യാസ രീതിയും അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു ജോലി കണ്ടെത്തിയ റോയ് പിന്നീട് മുർഷിദാബാദിലെ അപ്പലറ്റ് കോടതിയിൽ രജിസ്ട്രാറുടെ കൂടെ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. ഉപനിഷത്തുകൾ വിവർത്തനം ചെയ്യുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി റാം മോഹൻ റോയ് ആത്മസഭ എന്ന പേരിൽ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു. ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ 1828 ദേവേന്ദ്രനാഥ ടാഗോറുമായി ചേർന്ന് ബ്രഹ്മസമാജം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. രാജാ റാം മോഹൻ റോയ് 1816 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. ഇന്ത്യൻ ഭാഷയിലെ ആദ്യത്തെ പത്രവും ബംഗാളി ഭാഷാവാരികയും അദ്ദേഹം ആരംഭിച്ചു. റാം മോഹൻ റോയ് തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വിവാഹിതനായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും വിവാഹിതനായി. കുട്ടിയായിരുന്ന അദ്ദേഹവും ഭാര്യയും വിവാഹബന്ധത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയായിരിക്കണം ശൈശവവിവാഹത്തെ അദ്ദേഹം വളരെയേറെ എതിർത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നീചമായ ആചാരമായ സതിക്കെതിരെ അദ്ദേഹം പോരാടി. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനൊടുവിൽ ബംഗാൾ പ്രസിഡൻസി ഗവർണർ വില്യം ബെന്റിക് പ്രഭു 1829 ഡിസംബർ 4-ന് സതി നിരോധിച്ചു. സതിക്കെതിരെ നടത്തിയ വിജയകരമായ പ്രചാരണത്തിനു ശേഷം രാജാ റാം മോഹൻ റോയ് ബാലവിവാഹം, സ്ത്രീധന സമ്പ്രദായം, ബഹുഭാര്യാർത്ഥം എന്നിവയ്ക്കെതിരെയും സമാനമായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പോലും സംസാരിക്കാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് മുതിർന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്താഗതിയുടെ തെളിവാണ്. ഇന്ത്യൻ നവോത്ഥാന കാലഘട്ടത്തിൽ തൻ്റെ മരണശേഷം വിദേശ രാജ്യത്ത് സംസ്കരിക്കപ്പെട്ട ഒരേയൊരു സാംസ്കാരിക നേതാവായിരിക്കും അദ്ദേഹം. 1833 സെപ്റ്റംബർ 27-ന് ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവിടെയുള്ള അൽനോസ് വെയിൽ സെമിത്തേരിയിലാണ് സംസ്കരിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇപ്പോഴും നിലനിൽക്കുന്നു. സതി, ബാലവിവാഹം എന്നിവ നിർത്തലാക്കാൻ പോരാടിയ റോയിയെ 2004-ൽ എക്കാലത്തെയും മികച്ച ബംഗാളിയായി BBC തെരഞ്ഞെടുത്തിരുന്നു. സത്യജിത് റേ, അമർത്യ സെൻ എന്നിവരെയെല്ലാം പിന്നിലാക്കിയാണ് അദ്ദേഹം ആ സ്ഥാനം നേടിയത്. നിരവധി ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിട്ടാണ് കാണുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുകയുണ്ടായി. പിന്തിരിപ്പൻ പാരമ്പര്യങ്ങളോട് യോജിക്കാത്ത, അതിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യപ്പെട്ട ഒരു നവോത്ഥാന നായകൻ തന്നെയായിരുന്നു അദ്ദേഹം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റ് കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.